ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് നീക്കം. മയക്കുവെടി വിദഗ്ധൻ സ്ഥലത്തെത്തും. വിവരങ്ങളുമായി അമൽനാഥ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അമൽനാഥ്, കടുവയ്ക്ക് കാര്യമായ പരിക്കുണ്ടെന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ലിബേഷ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അടക്കാത്തോട് ഭാഗത്ത് കടുവയെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ കടുവയെ ഇന്ന് വീണ്ടും ആ ഒരു ഭാഗത്ത് തന്നെ കണ്ടതായാണ് പറയുന്നത്. ഏകദേശം ഇന്നലെ കടുവയെ കണ്ട ആ ഒരു സ്ഥലത്തു നിന്ന് ഏകദേശം 100 മീറ്റർ മാത്രം മാറിയാണ് കടുവയെ കണ്ടത്. 100 മീറ്റർ മാറി ഒരു കാട്ടിനകത്ത് ഒരു ചതുപ്പിന്റെ സമീപത്താണ് കടുവ നിലവിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ആ കടുവയ്ക്ക് സഞ്ചരിക്കാൻ വേണ്ടി നിലവിൽ സാധിക്കുന്നില്ല. വളരെ പതുക്കെ ആ കാട്ടിന്റെ സമീപത്തു കൂടി മാത്രമാണ് കടുവ സഞ്ചരിക്കുന്നത്. കടുവയ്ക്ക് സാരമായ രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇത്തരത്തിൽ കടുവയെ കണ്ട സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ കടുവയുടെ വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ പരിശോധിക്കുമ്പോഴും കടുവയ്ക്ക് ഇത്തരത്തിൽ പരിക്കുകൾ പറ്റിയതായുള്ള സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പുവരുത്തുകയാണ് നിലവിൽ ഇപ്പോൾ. ഈ കടുവയെ പിടികൂടുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. 2 തരത്തിൽ കടുവയെ പിടികൂടാമെന്ന തീരുമാനത്തിലേക്കായിരുന്നു എത്തിയത്. ആദ്യഘട്ടത്തിൽ കടുവയെ വലയിട്ട് പിടികൂടാമെന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കടുവയ്ക്ക് പരിക്കുകൾ ഉള്ളതിനാലാണ് വലയിട്ട് പിടികൂടാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അത് കൂടുതൽ അപകടകരമായിരിക്കുമെന്ന ഒരു കാരണം ഉന്നയിച്ചുകൊണ്ട് തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാമെന്നൊരു തീരുമാനമാണ് നിലവിൽ ഉള്ളത്. ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വലിയൊരു പ്രതിസന്ധി ഉള്ളത് കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഈ മയക്കുവെടി വയ്ക്കുന്ന വിദഗ്ധർ ഇല്ല എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നും മയക്കുവെടി വിദഗ്ധൻ എത്തിയാൽ മാത്രമേ കടുവയെ പിടികൂടുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഈ മയക്കുവെടി വിദഗ്ധന് വേണ്ടി കാത്തിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് ഇപ്പോഴും ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഈ അടക്കാത്തോട് ഭാഗത്ത് 4 തവണയായിരുന്നു കടുവയെ കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ അടക്കാത്തോട് ഭാഗത്തുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു വളർത്ത് ആടിനെ കടുവ കടിച്ചു കൊന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ കടുവയെ കാണുന്നത് വലിയ ഒരു ഭീതി തന്നെയാണ് ഉയർത്തിയത്. നിലവിൽ ഈ കടുവയ്ക്ക് പരിക്കു പറ്റതിനാൽ കടുവ അധികം സഞ്ചരിക്കുന്നില്ല. സംഭവ സ്ഥലത്ത് തന്നെ, അതായത് അടക്കാത്തോടിലെ ഒരു കാട്ടുപ്രദേശത്ത് ഒരു ചതുപ്പിന് സമീപമായാണ് കടുവയുള്ളത്. മയക്കുവെടി വിദഗ്ധൻ എത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ലിപീഷ്. ശരി അമൽ. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. കാസർഗോഡ് നിന്ന് മയക്കുവെടി വിദഗ്ധൻ എത്തിയാലുടൻ മയക്കുവെടി വയ്ക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. കടുവയ്ക്ക് സാരമായ പരിക്കുണ്ടെന്നാണ് നിഗമനം. വിവരങ്ങളാണ് അമൽനാഥ് കണ്ണൂരിൽ നിന്ന് നൽകിയത്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപം കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. വഴിയോരത്തുണ്ടായിരുന്ന പെട്ടിക്കട